അദ്ദേഹം ദീനു പഠിക്കുന്നതിൽ ഒരിക്കലും അലസത കാണിച്ചിരുന്നില്ല. മറിച്ച് വലിയ പ്രായമെത്തിയപ്പോഴും അദ്ദേഹം ദീനു പഠിക്കാൻ അങ്ങേയറ്റം താല്പര്യം കാണിച്ചിരുന്നു. അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഇമാമായി അറിയപ്പെട്ടതിന് ശേഷം, മുസ്ലിമീങ്ങളുടെ ഇമാമായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അറിയപ്പെട്ടതിന് ശേഷം ഒരു ദിവസം മഷിക്കുപ്പിയുമായി അദ്ദേഹം നടക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ അബ്ദില്ലാ അൻത ബലഗ്ത ഹാദൽ മബ്ലഗ് വ അൻത ഇമാമുൽ മുസ്ലിമീൻ. ഇമാം അഹ്മദിനോട് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ഇമാം അഹ്മദിനോട് എതിർത്തുകൊണ്ട് ചോദിച്ചു, അല്ലെങ്കിൽ അത്ഭുതത്തോടു കൂടി ചോദിച്ചു ഇമാം അഹ്മദിനോട്, യാ അബാ അബ്ദില്ലാ, ഇത്രയും വലിയ ഇമാമായിട്ടും മുസ്ലിമീങ്ങളുടെ നേതാവായിട്ടും ഈ പ്രായത്തിലും ഈ സമയത്തും താങ്കൾ മഷിക്കുപ്പിയുമായി നടക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന മറുപടി നമുക്ക് വലിയ പാഠമാണ്. അദ്ദേഹം പറഞ്ഞു, മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ, ഈ മഷിക്കുപ്പിയുമായി മരണം വരെ, ഞാൻ മഖ്ബറയിൽ പ്രവേശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ മരണപ്പെട്ട് എന്നെ ഖബറടക്കുന്നത് വരെ എൻ്റെ ആഗ്രഹം ഈ ഇൽമിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാനാണ് എന്ന് ഇമാമു അഹ്ലിസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്കൊരിക്കലും ഇൽമ പഠിക്കുന്നതിൽ നാണം തോന്നേണ്ടതില്ല. പലർക്കും ദീനിന്റെ സദസ്സുകളിൽ വന്നിരിക്കാനുള്ള തടസ്സം എന്താണ്? എന്നേക്കാളും ചെറിയ കുട്ടികൾ അവിടെ ഇരിക്കുന്നു, എന്നേക്കാളും ചെറിയ ആളുകൾ, പക്ഷെ അവർക്ക് എന്നേക്കാളും അറിവുണ്ട് എന്ന തടസ്സങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇമാമു അഹ്ലിസുന്ന അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഇമാമായതിനു ശേഷം ഇതാ മഷിക്കുപ്പിയുമായി നടക്കുന്നു ദീനിന്റെ സദസ്സുകളിലേക്ക്. ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നു, ഖബറിൽ പ്രവേശിക്കുന്നതുവരെ ഈ മാർഗത്തിൽ സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും ഇൽമ പഠിക്കാൻ ഒന്നും തടസ്സമാകരുത്. ലജ്ജ, നാണം, അങ്ങനെ പല തടസ്സങ്ങളും പറഞ്ഞ് ദീനിന്റെ സദസ്സുകളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പകരം ഇമാമു അഹ്ലുസുന്നയുടെ മാതൃക നാം സ്വീകരിച്ചുകൊണ്ട് എത്ര വലിയ ഇൽമുള്ളവരാണെങ്കിലും ദീനിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ നാം ശ്രദ്ധ ചെലുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.